ഗായ്സ്, അപ്പൊ ഇന്നത്തെ പരിപാടി എവിടേക്കാ വെച്ചാൽ ചെറിയൊരു ട്രിപ്പിന് ഇറങ്ങിയിട്ടാ. ഞാനും വൈഷ്ണവും കൂടിയാണ് ഇവിടെ നിന്ന് നെന്മാറയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. നെന്മാറ ഇറങ്ങി നേരിട്ട് നമുക്ക് പാലക്കാട് എത്തണം. പാലക്കാട് നമ്മുടെ മച്ചാമാര് വരും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഗായ്സ് ഫൈനലി അവിടെ എത്തിയിട്ട് മച്ചാമാരും വന്നു. മച്ചാമാര് പറഞ്ഞ അൻവർ, മകേഷ്, അതേമാതിരി ഹാസിം, അഖില്. അപ്പോൾ 5 വണ്ടിയാണ് കേട്ടോ. 5 വണ്ടി പറഞ്ഞാൽ 3 സ്പെൻഡറും ഒരു കരീഷ്മയും ഒരു 220 ആണ്. പകുതി എത്തി നമുക്ക് മഴ പെയ്തു. നമ്മൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ മലമ്പുഴയാണ് ഗായ്സ്. മലമ്പുഴയുടെ ചെറിയൊരു ബാക്ക് വശമുണ്ട്. ബാക്ക് വശം അധികം ഒരാൾക്കാർ പോകാത്തൊരു സ്ഥലവും കൂടിയാണ്. അയ്യോ സ്പോട്ട് ഞങ്ങൾ തെരഞ്ഞ കണ്ടുപിടിച്ച് പോകും. നമുക്ക് ആൾക്കാർ ഇഷ്ടമല്ലല്ലോ ആൾക്കാരനെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒറ്റയ്ക്ക് ഇരിക്കണം, ഒറ്റയ്ക്ക് ഇന്ന് വൈബ് അടിച്ച് നിൽക്കണം. അതാണ് ഞങ്ങളുടെ എല്ലാ മച്ചാന്മാരുടെയും പ്രശ്നം. അപ്പോൾ അത് കാരണം ഞങ്ങൾ സൈഡ് ഞങ്ങൾ ആരും പോകാത്തൊരു സ്ഥലത്ത് എത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. നല്ല വൈബ് സ്പോട്ട് ഉണ്ട്. അതും പൊടി മഴയും കൂടി ഉണ്ടായിരുന്നു. നല്ല വൈബ് അടിച്ച് ഞാൻ കോട്ടൊക്കെ അയച്ച് വെച്ച് ഇങ്ങനെ നടന്ന് നല്ല പൊടി. നിങ്ങൾക്ക് എങ്ങനെ കാണുമ്പോൾ പറയും ചെറിയൊരു പൊടി മഴയുണ്ട്. അപ്പോൾ ഈ വൈബൊക്കെ ആസ്വദിച്ച് ഞാനും വൈഷ്ണവും കൂടി കുറച്ച് ലീലാഭിലാസങ്ങളൊക്കെ കാണിച്ച്. അപ്പോൾ ഇതൊക്കെ ഒരു വൈബല്ലേ. അപ്പോൾ കുറച്ച് നേരം 1 മണിക്കൂർ അവിടെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയത് 4-5 മണിയാകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ 1 മണിക്കൂർ അവിടെ ഇരുന്നു. പിന്നെ അവിടെ കുറച്ച് ഇങ്ങനെ കറങ്ങി എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ സൈഡ് കൂടിയൊക്കെ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് പാറയൊക്കെ ഉണ്ട്. ചെറിയൊരു ഓഫ് റോഡൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് റോഡൊക്കെ ആവശ്യമില്ലാണ്, മര്യാദക്കുള്ള ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ നമ്മളിങ്ങനെ സമയമാണല്ലോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കിടന്ന് കറങ്ങി കുറേ അവിടെ പെട്ടു. ചെറിയൊരു ഓഫ് റോഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ചൊരു വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ മച്ചാന് ചെറിയൊരു പണി കിട്ടി. എന്താ വെച്ചാൽ മച്ചാൻ്റെ 220 ആണ്. അടി ഇഞ്ചങ്കാടൊക്കെ മുട്ടുമെന്ന് ചെറിയ ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഇല്ല, കയറിപ്പോയി. അപ്പോൾ ഈ വൈബൊക്കെ ആസ്വദിച്ചു. പിന്നെ വൈകി ഗൈസ്, ഏകദേശം ഇങ്ങനെ ഇവിടെയൊക്കെ കറങ്ങി നടന്നപ്പോൾ തന്നെ ഏകദേശം സമയമായി. അപ്പോൾ നമുക്ക് ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മൾ ചായ കുടിക്കാൻ. നമ്മൾ അത്രയും 80 കിലോമീറ്റർ താണ്ടി വന്ന് നമുക്കൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഈ ഒരു വൈബും ആസ്വദിക്കാമല്ലോ എന്നുള്ള തോന്നലിൽ മച്ചാമരക്കറി ഇറങ്ങിയതാണ്. അപ്പം മെയിനായിട്ട് ഒരു 6 മണി 6:30 ആകാറായി. അപ്പോൾ ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. എന്താ വെച്ചാൽ ഇനി റിട്ടേൺ പോകുമ്പോൾ ചെറിയൊരു കാട് വഴിയാണ് റിട്ടേൺ പോകേണ്ടത്. അപ്പോൾ അത് കാരണം നമുക്ക് വേഗം റോഡ് എത്തണം, അതാണ് ലക്ഷ്യം. അപ്പം മെയിനായിട്ട് ചായ കുടിക്കുകയും ചെയ്യണം, റോഡ് എത്തുകയും ചെയ്യണം. അത്യാവശ്യം പൊടി മഴയുണ്ട് കേട്ടോ. അപ്പം റോഡ് പറഞ്ഞൊരു ഗംഭീര കാഴ്ചയാണ് കാഴ്ച. അവിടേക്ക് പോണ റൂട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് അടിക്കിട്ടാ. ആ ഒരു പോണ റൂട്ട് മലമ്പുഴയുടെ സൈഡിലൂടെ പോകുമ്പോൾ കവയ്ക്ക് പോണ റൂട്ടാണ് കേട്ടോ. ഇതാണ്ടാ ഗംഭീര റൂട്ട്, 2 സൈഡും പാറ, നടുവിക്കുള്ള റോഡ്. ഈ ഒരു റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം, പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് നമ്മുടെ ചായക്കട ലക്ഷ്യമിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ചായക്കട എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയൊരു വീഡിയോ കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി വന്ന വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് ഞായറാഴ്ച എടുത്തപ്പോൾ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തെന്നുള്ളൂ. എങ്ങനെ ജസ്റ്റ് ഒന്ന് കമന്റ് അടിക്കുക കേട്ടോ. ഈ ഒരു ഞായറാഴ്ച ചായ കുടിക്കാൻ വേണ്ടി ഒരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് അടിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. നല്ല നല്ല വീഡിയോകൾ ഇട്ടിട്ടുണ്ടാക്കോട്ടെ. ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നത് കണ്ടാൽ മതി. ഓക്കെ, ബൈ.